ശത്രുക്കളെ പരിപൂർണമായും പരാജയപ്പെടുത്തുമാറാകട്ടെ. അക്രമം എന്ന് പറയുന്നത്, ളുൽമ് എന്ന് പറയുന്നത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അള്ളാഹു സ്വന്തത്തിനും അത് നിരോധിച്ചിട്ടുണ്ട്. സൃഷ്ടികൾക്കിടയിലും അള്ളാഹു തആല അക്രമം പാടില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ളുൽമ് പാടില്ല എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ വന്ന ഒരു വചനം, അള്ളാഹു പറയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, അക്രമം, ളുൽമ് ഞാൻ എൻ്റെ ദാത്തിൻ്റെ മേൽ, എൻ്റെ അസ്തിത്വത്തിൻ്റെ മേൽ, എൻ്റെ മേൽ ഞാൻ അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, തീർച്ചയായും അല്ലാഹു ഒരു അണു അക്രമം, ളുൽമ് ഒരാളോടും കാണിക്കുകയില്ല. എല്ലാവരോടും അദ്ലോടുകൂടി, നീതിയോട് കൂടിയിട്ടായിരിക്കും അല്ലാഹു തആല പെരുമാറുക. ഒരാളെയും അല്ലാഹു തആല ആക്രമിക്കുകയില്ല, ളുൽമ് ചെയ്യുകയില്ല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞു, വജഅൽതു ബൈനകും മുഹറമ, ഞാൻ നിങ്ങൾക്കിടയിലും പരസ്പരം അക്രമം പാടില്ല എന്നുള്ള കാര്യത്തെ, നിയമത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തളാലമു, നിങ്ങൾ പരസ്പരം ളാലിമീങ്ങളാകാൻ പാടില്ല, പരസ്പരം നിങ്ങൾ ളുൽമ് കാണിക്കുന്നവരാകാൻ പാടില്ല, അക്രമം കാണിക്കുന്നവരാകാൻ പാടില്ല. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ളുൽമ്, ഏറ്റവും വലിയ അക്രമം ശിർക്കാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ വസിയത്ത് ചെയ്യുന്ന, ഉപദേശിക്കുന്ന ഭാഗം ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറഞ്ഞ സന്ദർഭം, വഹുവ യഇലുഹു, മക്കളെ ഉപദേശിക്കുകയാണ്, പറയുകയാണ്, യാ ബുനൈ, എൻ്റെ കൊച്ചുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ നീ അംഗീകരിക്കണം. അള്ളാഹു ഏകനാണ്. അള്ളാഹുവിൻ്റെ ജിസ്മ്, അള്ളാഹുവിൻ്റെ ദാത്ത്, ആ ദാത്ത് അള്ളാഹു ഏകനാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ അള്ളാഹു ഏകനാണ്. അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. അള്ളാഹുവിനെ പോലെ ഒരു സൃഷ്ടിയും ലോകത്തില്ല. അള്ളാഹുവിൻ്റെ എല്ലാ സിഫാത്തുകളിലും, അത് ഖാലിഖ് എന്നുള്ള സിഫത്താകട്ടെ, അത് ഖാദിർ എന്നുള്ള സിഫത്താകട്ടെ, അള്ളാഹുവിനെ പോലെ ഒരു സൃഷ്ടിയില്ല ആ സിഫത്തുകളിൽ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ അള്ളാഹുവിലേക്ക് അള്ളാഹുവിനെ പോലെ കഴിവുകളോ സിഫത്തുകളോ മറ്റ് സൃഷ്ടികൾക്ക് ചാർത്തുക, കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ളുൽമാണ്, ഏറ്റവും വലിയ അക്രമമാണ്. അതുകൊണ്ട് മോനെ, നീ അള്ളാഹുവിനോട് ശിർക്ക് വെക്കരുത്. നിനക്ക് ജന്മം നൽകിയ, നിന്നെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ച, നിനക്ക് നല്ല മാതാപിതാക്കളെ തന്ന, നിനക്ക് സന്താനങ്ങൾ തന്ന, നിനക്ക് വീട് തന്ന, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന, ആരോഗ്യം തന്ന, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിഅമത്തുകൾ തന്ന ആ അള്ളാഹുവിനോട് നീ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് അത് വലിയ അക്രമമാണ്, വലിയ ളുൽമാണ്. ഈ ലോകത്ത് നടക്കുന്ന ളുൽമുകളിൽ ഏറ്റവും വലിയ ളുൽമ് ശിർക്കാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അക്രമം കാണിക്കുന്നവർക്കുള്ള ശിക്ഷ നാളെ പരലോകത്ത് കഠിനമാണ്. ളാലിമീങ്ങളെ അല്ലാഹു തആല വെറുതെ വിടുകയില്ല. അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ലോകത്തുള്ള ഒരു സൃഷ്ടികളും ശിക്ഷിക്കുകയില്ല എന്നാണ്. ശിർക്ക് ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എത്ര സാലിഹായ അമലുകൾ ചെയ്താലും ലയഹ്ബതന്ന അമലുക്, മുഴുവൻ അമലുകളും അത് പൊളിഞ്ഞു പോകും, നഷ്ടവാളികളിൽ പെട്ടുപോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള ളുൽമ് ശിർക്കാണ്. രണ്ടാമത്തെ ളുൽമ് എന്ന് പറയുന്നത് സൃഷ്ടികളോടുള്ള ളുൽമാണ്, സൃഷ്ടികളോടുള്ള അക്രമമാണ്. അതിന് അല്ലാഹു തആല ദുനിയാവിലും വേദനാജനകമായ ശിക്ഷ, നാളെ പരലോകത്തും അതിന്റെ ശിക്ഷ ഉണ്ടാകുമെന്ന് ഖുർആൻ പറയാണ്. ദുനിയാവിൽ അല്ലാഹു തആല വലിയ നാശങ്ങൾ നൽകും. ഇന്നമസ്സബീലു അലല്ലദീന യദ്ലിമൂന അന്നാസ്, ജനങ്ങളെ ആക്രമിക്കുന്നവരായ ആളുകൾ, ജനങ്ങളെ ഉപദ്രവിക്കുന്നവരായ ആളുകൾ, ദുൽമ ചെയ്യുന്നവരായ ആളുകൾ, വയബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, അന്യായമായി ഭൂമിയിൽ
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, യുദ്ധം ചെയ്യുന്നവർ, ആളുകളെ അന്യായമായി ഒരു നീതിയുമില്ലാതെ ഒരു ന്യായവുമില്ലാതെ കൊല്ലുന്നവർ, കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർ, ഒരു നാട് മുഴുവൻ ബോംബിട്ട് തകർക്കുന്നവർ, ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകും. ഇന്ന് നമ്മൾ വീഡിയോസും മീഡിയയിലൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, ഗസയിലെ പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കാണുമ്പോൾ, അവരുടെ പട്ടിണി കേൾക്കുമ്പോൾ, ഈ ലോകത്ത് ഇന്നും പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന ഈ ലോകത്ത് ഇത്രയൊക്കെ അക്രമങ്ങളും ദുൽമും നടന്നിട്ടും നമ്മുടെ നാട്ടിലുള്ള നല്ലൊരു വിഭാഗം ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെന്ന് അറിയുമ്പോൾ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ്? ഇത്രയും വലിയ ദുൽമ്, അക്രമം ലോകത്ത് നടക്കുമ്പോൾ അതിനെ മൗനത്തോടുകൂടി മിണ്ടാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, അവരുടെ മാനസികമായ അവസ്ഥ, എന്ത് കരുണയാണ് അവരുടെ ജീവിതത്തിലുള്ളത്, എന്ത് റഹ്മത്താണ് അവരുടെ ജീവിതത്തിലുള്ളത്. ഇത് ചെയ്യുന്നവരായ ആളുകൾ ഒരു തെറ്റും ചെയ്യാത്ത, ഇന്ന് പ്രസവിച്ച കുഞ്ഞ് നാളെ ഷഹീദാക്കപ്പെടുന്നു, പട്ടിണി കിടന്ന് മരിക്കുന്നു. വളരെ ദയനീയമായ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരായ ആളുകൾ എത്ര വലിയ ലാലിമീങ്ങളാണ്. ഇവർക്ക് ഹൃദയമുണ്ടോ, പച്ചക്കരളുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിൽ ദുൽമ ചെയ്യുന്നവരായ ആളുകൾ. എന്തെങ്കിലും ന്യായമുണ്ടോ? ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ല, ഒരു ന്യായവുമില്ല. സ്വന്തം അധികാരം അത് പിടിച്ചു നിർത്താൻ വേണ്ടി ദുൽമ കാണിക്കുന്നവരായ ആളുകൾ ഇന്ന് നമ്മൾ കരയാണ്. പക്ഷേ ഒരു ഭാഗത്തോട് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയവരായ ആളുകൾ അവർ ശുഹദാക്കളാണ്, കുഞ്ഞുങ്ങൾ സ്വർഗത്തിലാണ്. അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്നവരായ ആളുകൾ, ക്ഷമിക്കുന്നവരായ ആളുകൾക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലമാണ്. നാളെ പരലോകത്ത് അവർക്ക് വെച്ചിരിക്കുന്ന സവാബ് കാണുമ്പോൾ, പ്രതിഫലം കാണുമ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചയക്കപ്പെടുകയും ഷഹീദാക്കപ്പെടുകയും ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശുഹദാക്കൾ നാളെ പരലോകത്ത് ആഗ്രഹിക്കുന്ന കാര്യം ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് ഇതുപോലെ പിന്നെയും ബോംബേറുകളിൽ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൊല ചെയ്യപ്പെട്ട് ഷഹീദാക്കപ്പെട്ട് വീണ്ടും ആഖിറത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുമെന്നാണ്. അങ്ങനത്തെ പ്രതിഫലമാണ് അല്ലാഹു തആല അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ സമാധാനമാണ്, വലിയ സന്തോഷമാണ്. ഈ ദുനിയാവിന്റെ ജീവിതം താൽക്കാലികം, വരാനിരിക്കുന്ന ആഖിറ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് സന്തോഷിക്കാലോ, അവിടെ നിങ്ങൾക്ക് സമാധാനിക്കാലോ, അത് വല്ലാത്തൊരു ലോകമാണല്ലോ എന്നൊരു ആശ്വാസം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകും, മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകും. എന്നാൽ ഈ അക്രമം ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്? ഇന്ന് ചിരിക്കുന്നവരായ ആളുകൾ നാളെ ഉലൈക ലഹും അദാബുൻ അലീം, സൂറത്തു ശൂറയിൽ അല്ലാഹു തആല പറയാം, അവർക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത് വേദനയുള്ള ശിക്ഷയാണ്. അവർ കൊടുക്കുന്ന വേദനക്ക് ഇരട്ടിയായി ശിക്ഷ നാളെ പരലോകത്ത് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് അവരെ ഇവിടെ നിന്ന് പെട്ടെന്ന് പിടിക്കുന്നില്ല? കൂടിയ അക്രമകാരികളായ ആളുകൾ അല്ലാഹു തആല പെട്ടെന്ന് ശിക്ഷിക്കൂലാണ്. അവരിങ്ങനെ അയച്ചുവിടും, ആയുസ് കൊടുക്കും, മാക്സിമം അവർ കളിക്കേണ്ട കളികളൊക്കെ ചെയ്യും. എന്തിനാണ്? അവർക്കുള്ള ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും ഇരട്ടിയായി കൊടുക്കാൻ വേണ്ടി. ദുൽമ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇരുട്ടായിരിക്കും, ഒരു നിർഭയത്വം അവർക്ക് ഉണ്ടാവില്ല. അക്രമകാരികൾക്ക് ദുനിയാവിൽ നിർഭയമായി സഞ്ചരിക്കാൻ കഴിയില്ല, നിർഭയമായി ജീവിക്കാൻ കഴിയില്ല, വലിയ പേടിയുള്ളവരായിരിക്കും അവർ. അല്ലാഹു തആല ഈ ദുനിയാവിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണ്. ദുനിയാവ് ടെൻഷൻ നിറഞ്ഞതായിരിക്കും. അവരുടെ ദുനിയാവിന്റെ ജീവിതം ദുനിയാവിനോടുള്ള, സമ്പത്തിനോടുള്ള, അധികാരത്തോടുള്ള ആർത്തിയുടെ പേരിൽ പലതും ചെയ്തു കൂട്ടിയാലും മനസ്സിൽ വല്ലാത്ത വിങ്ങിപ്പൊട്ടലായിരിക്കും, വല്ലാത്ത ഭയമായിരിക്കും. എപ്പോഴാണ് എന്റെ നേർക്ക് വരാ, എപ്പോഴാണ് ഞാൻ കൊല ചെയ്യപ്പെടുക, എപ്പോഴാണ് ഞാൻ ജയിലിലാകുക എന്നുള്ള പേടിയിലായിരിക്കും അവർ ജീവിക്കുക. അവർ ഇരുട്ടുകളിലാണ്. നമ്മൾ കാണുമ്പോൾ അവർക്ക് അധികാരം പവറുണ്ടെങ്കിലും ഖുർആൻ പറയാണ് ഇത്തഖു ദുൽമ, ഹദീസിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വരാണ് ഇത്തഖു ദുൽമ, നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണേ. ഫഇന്ന ദുൽമ ദുലുമാതുൻ യൗമൽ ഖിയാമ, അക്രമം എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിലെ ഇരുട്ടുകളാണെന്ന്. ദുനിയാവിലും ഇരുട്ടാണ്, നാളെ പരലോകത്തും അത് ഇരുട്ടാണ്. ഒരു മനുഷ്യൻ അക്രമിയാകുന്നത് എപ്പോഴാണ്? രണ്ട് കാരണങ്ങളുടെ പേരിലാണ് ഒരാൾ ലാലിമാകുക. ഒന്ന്,
സമ്പത്തിനോടുള്ള അതിയായ ആഗ്രഹം. 2, അധികാരത്തോടുള്ള, പദവിയോടുള്ള, സ്ഥാനമാനങ്ങളോടുള്ള അതിയായ ആഗ്രഹം. മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത സമ്പത്ത് എനിക്ക് വേണം, അതിനോടുള്ള ആർത്തി. സമ്പത്തിന്റെ പിറകിൽ കിടന്നിങ്ങനെ മരിക്കുക, അധികാരത്തിന് അതിനുവേണ്ടി എന്തും ചെയ്യുക, ആളുകളെ കൊല്ലുക, അതിനുവേണ്ടി ഒരു നാടിനെ നശിപ്പിക്കുക. ശേഷം ഹദീസിൽ അങ്ങനെയാണ് നബി തങ്ങൾ പറയണത്, ദുൽമിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം നബി തങ്ങൾ പറഞ്ഞു പിശുക്കെന്ന് പറഞ്ഞാല് മാനസികമായ ഒരു ആർത്തിയാണ്, സമ്പത്തിനോടുള്ള, അധികാരത്തോടുള്ള ആർത്തി. മറ്റുള്ളവർക്കൊന്നും കിട്ടാതെ ഞാൻ തന്നെ അധികാരിയാകണം, ഞാൻ തന്നെ വലിയവനാകണം, മറ്റുള്ളവർക്ക് കൂടി കിട്ടേണ്ട അവകാശങ്ങൾ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവം, അതിനെയും നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ഫിർഔൻ, നമ്രൂദ്, ഖാറൂൻ, ഹാമാൻ ഇവരൊക്കെ നശിപ്പിക്കപ്പെടാനുള്ള കാരണം, അബൂജഹലടക്കം നശിപ്പിക്കപ്പെടാനുള്ള കാരണം അവരിലെ ദുനിയാവിനോടുള്ള ആർത്തിയാണ്. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് അബൂജഹലിനെ ഈമാനിൽ നിന്നും പിന്തിരിപ്പിച്ചത്. എന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് ഫിർഔനെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനെ മുൻഗാമികളായ ആളുകളെ നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണം അവരുടെ ഈ തരത്തിലുള്ള മാനസികമായ അവസ്ഥയാണ്. ഹമലഹും അല അൻ സഫഖു ദിമാഅഹും. ഈ ഗുണമുള്ളതിന്റെ പേരിൽ അവർ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞു. വസ്തഹല്ലു മഹാരിമഹും. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ അവർ ഹലാലാക്കി. അല്ലാഹു ഹറാമാക്കിയത് മാത്രമല്ല, ലോകത്ത് മനുഷ്യാവകാശ സംഘടനകൾ വരെ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അത് ചെയ്യാൻ പാടില്ല, അതുപോലും അത് ചെയ്യുന്ന അവസ്ഥ, അത് മറികടക്കുന്ന അവസ്ഥ. മനുഷ്യന്മാർ പരസ്പരം ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ പോലും പാടില്ല, യുദ്ധത്തിന്റെ നിയമങ്ങൾ പാലിക്കണമെന്നൊക്കെ പറഞ്ഞ വ്യവസ്ഥകൾ പോലും അത് കാറ്റിൽ പറത്തുന്ന, അതൊക്കെ തള്ളിക്കളയുന്ന ക്രൂരതയിലേക്ക് മനുഷ്യൻ എത്തപ്പെടുന്നത് ഈ ഒരു ഗുണമുള്ളതിന്റെ പേരിലാണ്. അവന്റെ ലക്ഷ്യമെന്താ? ഇത്രയും കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള കാരണം എന്താ? ഇത്രയും ആളുകളെ ബോംബിട്ട് കൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അധികാരം പിടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ടാണ്, അധികാരത്തിന് വേണ്ടിയിട്ടാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്? സമ്പത്താണ്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ വിൽക്കപ്പെടണം, അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ വിറ്റ് അവർ സമ്പന്നരാകണം. ഇങ്ങനെ സമ്പത്തിനോടും അധികാരത്തോടുമുള്ള ആഗ്രഹവും അത്യാഗ്രഹവും അവരെ ലോകം കണ്ട അക്രമകാരികളായ തെമ്മാടി രാഷ്ട്രമായി അവരെ മാറ്റി എന്നുള്ളതാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് നാളെ പരലോകത്ത് കൊടുക്കപ്പെടുന്ന അവസ്ഥ എന്താണ്? ഇത് ലോകം ഭരിക്കുന്ന ക്രൂരന്മാരായ ചക്രവർത്തിമാര്, രാജാക്കന്മാരുടെ അവസ്ഥ മാത്രമല്ല, ഫിറഔനെ പോലെയുള്ള ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. ദുൽമ് എന്ന് പറയുന്നത് ഒരു വിശ്വാസി മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. അതിന്റെ ശിക്ഷയെ കുറിച്ച് വന്നിട്ടുള്ള, അതിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവും അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ചില ആളുകളുമായി വാക്ക് തർക്കം നടക്കാൻ. എന്തിനാണ് തർക്കം നടക്കുന്നത്? ഫീ അർളിൻ, ഒരു ഭൂമിയുടെ വിഷയത്തിലാണ് തർക്കം നടക്കുന്നത്. അപ്പോ ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കല് അബൂ സലമ റളിയല്ലാഹു തആല കടന്നു വരാണ്. ആയിഷ റളിയല്ലാഹു തആല വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അബൂ സലമ റളിയല്ലാഹു തആല പറഞ്ഞു, യാ അബൂ സലമ ഇജ്തനിബിൽ അർള്, ആ ഭൂമി നീ വിട്ടേക്ക്. അതിർത്തി തർക്കത്തിന്റെ പേരിൽ അയൽവാസികളുമായിട്ട് നീ അടിപിടി കൂടല്ലേ, അത് അവർക്ക് വിട്ടുകൊടുത്തേക്ക്. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ളലമ ഖീദ ശിബ്രിൻ, ഒരു ചാണ് അളവ് ഭൂമി ആരെങ്കിലും അക്രമപരമായി പിടിച്ചെടുക്കുകയാണെങ്കിൽ, സ്വന്തം ഭൂമിയല്ല, അയൽവാസിയുടെ ഭൂമിയാണ്, മറ്റുള്ളവന്റെ ഭൂമിയാണ്, അതൊരു ചാൺ, സ്വല്പം അതിർത്തി പ്രശ്നം അങ്ങനെയാണല്ലോ, ഒരു ചെറിയ ഭൂമിക്ക് വേണ്ടി 3 അടിക്ക് വേണ്ടി 2 അടിക്ക് വേണ്ടി, അല്ലാണ്ട് 1 സെന്റ് 1 ഏക്കറിനൊന്നും വേണ്ടിയിട്ടല്ല അധികം തല്ലുകൂടുന്നത്. അതിർത്തി തറക്കപ്പോഴുണ്ടാവുക 1 അടി കുറഞ്ഞു പോയി, അല്ലെങ്കിൽ 3 അടി കുറഞ്ഞു പോയി, ഇതിന്റെ പേരിൽ അടി കൂടുന്നവരായ ആളുകൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ വിട്ടേക്ക്, തർക്കിക്കേണ്ട, അവർക്ക് കൊടുത്തേക്ക്. ആരെങ്കിലും അക്രമപരമായിട്ട് അന്യന്റെ ഭൂമി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, ഞാൻ നിബിധങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, തുവ്യഖഹു മിൻ സബഇ അർളീൻ, അവൻ ജീവിക്കുന്ന ഭൂമി, ആ ആക്രമിച്ചെടുത്ത ഭൂമിയും അതിന്റെ താഴത്തേട്ടുള്ള 7 ഭൂമിയും
നാളെ പരലോകത്ത് അവൻ വരുമ്പോ മാലയായി അവന്റെ കഴുത്തിൽ അണിയിക്കപ്പെടുമെന്നാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പല രീതിയിലും വിശദീകരിക്കുന്നുണ്ട്. ഭൂമിയിലായി താഴ്ത്തപ്പെടുമെന്നും അല്ലെങ്കിൽ അത്രത്തോളം ഭാരം അവന്റെ കഴുത്തിൽ ചുമത്തപ്പെടുമെന്നൊക്കെ തരത്തിൽ ഹദീസുകളെ വിശദീകരിക്കുന്നുണ്ട്. ഇതൊരു മുസ്ലിം ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ശിക്ഷയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിനോട് ഒൽമ കാണിക്കാത്ത, അള്ളാഹുവിനോട് അക്രമം കാണിക്കാത്ത ഒരു മുസ്ലിം ഇത് ചെയ്തു കഴിഞ്ഞാൽ അവൻ നാളെ പരലോകത്ത് ഈ ശിക്ഷ വേറിക്കൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന് മുമ്പിൽ വരേണ്ടി വരും. ഭൂമിയിൽ ജീവിക്കാൻ അനിവാര്യമായി ഘടകമൊന്നല്ലത്. പക്ഷെ അക്രമം കാണിച്ചു, ദുൽമ കാണിച്ചു, നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ്? എല്ലാവരുടെയും മുന്നിൽ ഈ ഭൂമിയും പേറി പരലോകത്ത് വിചാരണയ്ക്ക് വരുമ്പോ നല്ല വിചാരണയായിരിക്കും നടക്കുക. അവൻ അനുകൂലമായ വിചാരണയായിരിക്കും അവിശ്വാസിക്കുണ്ടാകുക. ഇത് വിശ്വാസിയുടെ അവസ്ഥയാണെങ്കിൽ ഇതൊന്നുമല്ലാത്ത ആളുകൾ ഒരു നാട്ടിലേക്ക് അവർക്ക് അഭയം കൊടുത്തു, ആ നാട്ടിലേക്ക് വന്നു, അവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ ഓരോ ദിവസവും ഭൂമി പിടിച്ചെടുത്ത് ഫലസ്തീന്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ അവർ കൈക്കലാക്കി. ഇവർക്ക് നാളെ പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയുടെ ആ വലിപ്പം എത്ര വലുതായിരിക്കും! അന്യായമായൊരു ന്യായവുമില്ലാതെ ആ പാവപ്പെട്ട സമൂഹത്തെ, അതാരുമാകട്ടെ, മുസ്ലിമാകട്ടെ മുസ്ലിമുകളല്ലാത്തവരാകട്ടെ, അവരുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് അവരെ കൊന്നുകളയുന്ന അനീതിപരമായ ഈ അക്രമം ദുൽമ ചെയ്യുന്നവരുടെ നാളെ പരലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എത്ര ഇരുട്ടിലായിരിക്കും അവർ ഇന്ന് ചിരിക്കാണ്. നാളെ അവരുടെ കരച്ചിലിന്റെ അട്ടഹാസത്തിന്റെ ശബ്ദം എത്ര വലുതായിരിക്കും! ഈ താൽക്കാലികമായ സുഖത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി അവർ ഈ കൊല്ലാകൊല ചെയ്യുമ്പോൾ നാളെ പരലോകത്ത് അവർ അനുഭവിക്കാൻ പോകുന്ന വേദന എത്ര വലുതായിരിക്കും! അത് മാത്രമല്ലല്ലോ, ഇവരുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം നോക്കി എത്ര ബദ്ദുആണ് ഇവർക്ക് കിട്ടുന്നത്. ആരെങ്കിലും ഇവർക്ക് നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഫലസ്തീനിൽ ഷഹീദാക്കപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടി ദുആകൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അവരുടെ ആഖിറത്ത് എത്ര സന്തോഷകരമായിരിക്കും! എന്നാൽ ഈ അക്രമികളായ ആളുകൾക്ക് വേണ്ടി ലോക ചരിത്രത്തിൽ അവരെ എങ്ങനെയാണ് സ്മരിക്കപ്പെടുന്നത്? ഫിർഔൻ എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയപ്പെട്ട പേരാണ്. ബൈബിളിൽ, ഖുർആനിൽ ആ പേരിൽ ആ ഫിർഔന്റെ പ്രവൃത്തി ചെയ്യുന്ന അക്രമകാരി പോലും തന്റെ മകന് ഫിർഔന് പേരിടൂല. സ്വന്തം മകന് ഫിർഔന് പേരിടൂല. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഒരാളും ആ ഫിർഔന് പേരിടൂല. പക്ഷേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേര് ഇന്നും നമ്മൾ കേൾക്കുകയാണ്. എത്ര വലിയ ലഅനത്താണ് അക്രമകാരികൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്! നമ്രൂദിന്റെ പേര്, അബൂജഹലിന്റെ പേര്, ഖാറൂന്റെ പേര് ലോക ചരിത്രത്തിൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയില്ല. അത് അക്രമകാരികളായ ഭരണാധികാരികൾ, ആ വ്യക്തികളിൽ മാത്രം ഒതുങ്ങും. പേര് പോലും ഖിയാമത്ത് നാൾ വരെ പകർത്താൻ ആഗ്രഹിക്കാത്ത, ആ പേര് പോലും തന്റെ മക്കൾക്കിടാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ ശപിക്കപ്പെട്ടവരായി, നിന്ദ്യരായി ലോകം അവരെ കാണുന്നത് അത് വലിയ ഇസ്സത്തുള്ള കാര്യമൊന്നുമല്ല. ആക്രമിക്കപ്പെട്ടവന്റെ ലഅനത്തിനുള്ള ദുആ അത് മറയില്ലാതെ സ്വീകരിക്കപ്പെടുന്നതാണ്. തിരുമതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭരണാധികാരിയായി, ഒരു നാടിന്റെ ഭരണാധികാരിയായിട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് അയക്കാൻ, ഭരണാധികാരിയാകുമ്പോഴാണ് ദുൽമ് കൂടുതൽ വരിക, അക്രമം കൂടുതൽ വരിക. ആ സമയത്ത് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ കൊടുക്കുന്ന ഒരു വസിയത്ത് എന്താ? ഇത്തഖി ദഅവത്തൽ മദ്ലൂം. മുആദ്, നീ ആക്രമിക്കപ്പെട്ടവന്റെ ദുആ സൂക്ഷിക്കണേ. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. അല്ലാഹുവിനും ആ ദുആക്കിടയിലും ഒരു മറയും ഉണ്ടാവുകയില്ല. മറ്റൊരു റിവായത്തിൽ യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറയുമെന്നാണ്, വഇസ്സതി വജലാലി, എന്റെ പ്രതാപം തന്നെയാണ് സത്യം, എന്റെ ജലാലിയത്ത് തന്നെയാണ് സത്യം, ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ. ആക്രമിക്കപ്പെട്ട ഫലസ്തീൻ സമൂഹമേ, ഗസയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹു നിങ്ങളോട് പറയാണ്, ലഅൻസുറന്നക, ഞാൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും, വലൗ ബഅദ ഹീൻ, ഒരു സമയത്ത്, ചിലപ്പോൾ കുറച്ച് സമയമെടുത്തെന്ന് വരാം. അള്ളാഹു അതിന് പല ഖൈറുകളും കാണുന്നുണ്ടാകും, നമ്മൾ കാണാത്ത പല ഖൈറുകളും കാണുന്നുണ്ടാകും. ചിലപ്പോൾ കുറച്ച് സമയങ്ങൾ എടുത്തെന്ന് വരാം. ആ സമയം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനം ഇറങ്ങും. ആ തീരുമാനം കഠിനമായിരിക്കുമെന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ ആക്രമിക്കപ്പെട്ട ജനതയ്ക്ക് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഫലസ്തീനിലെ സമുദായമേ, ഗസയിലെ സമുദായമേ, ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കും. ഇത് ഫലസ്തീനികളെ കുറിച്ച് മാത്രമാണെന്ന് വിചാരിക്കരുത്. ആക്രമിക്കപ്പെടുന്നവരിൽ നമ്മുടെ ഭാര്യയുണ്ടെങ്കിൽ, നമ്മുടെ മക്കളുണ്ടെങ്കിൽ, നമ്മുടെ അയൽവാസികളുണ്ടെങ്കിൽ, നാം ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ, ആ ആക്രമിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും ആരുണ്ടാവുക? അല്ലാഹു ഉണ്ടാവുക. അവിടെ അവൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നൊന്നും അല്ലാഹു നോക്കൂല. അവൻ ആക്രമിക്കപ്പെട്ടവനാണോ, അവൻ കാഫിറാണെങ്കിലും അവന്റെ കൂടെയായിരിക്കും അല്ലാഹു നിലയുറപ്പിക്കുക. അവന്റെ ദുആ സ്വീകരിക്കപ്പെടുമെന്നാണ് അല്ലാഹു ഹദീസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരക്രമിക്കപ്പെട്ടാലും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറയില്ല എന്നാണ്. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറയുണ്ടാവുകയില്ല. അതുകൊണ്ട് നാം ഒരിക്കലും ലാലിമാകാൻ പാടില്ല. നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ ഒരാളെയും നമ്മൾ പറ്റിക്കരുത്, ഒരാളെയും നമ്മൾ വഞ്ചിക്കരുത്, ഒരാളെയും നമ്മൾ തട്ടിപ്പ് നടത്തരുത്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ലാലിമായി. അറിയാതെ അവന്റെ ഭാഗത്തുനിന്ന് വലിയ ബദ്ദുആ നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും. അതാണ് ഹദീസ് നമ്മൾ അറിയിക്കുന്നത്. നമുക്കെതിരെ അവർ ദുആ ചെയ്തു, ആ ദുആ സ്വീകരിക്കപ്പെടും. അല്ലാഹു തആല പറയാണ്, നിനക്കെതിരെ അവരെ ഞാൻ സഹായിക്കും. ചിലപ്പോൾ നീ ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാകും, കുറച്ചു കഴിഞ്ഞാൽ നീ ഇത് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഹദീസിലൂടെ അല്ലാഹു തആല നമ്മളെ അറിയിക്കുന്നത്. ഇത് ഏതെങ്കിലും ജൂതന്മാരുടെ അല്ലെങ്കിൽ സിയനിസ്റ്റുകളുടെ വിഷയമല്ല, നമ്മുടെ വിഷയം കൂടിയാണ്. നമ്മൾ ഒരിക്കലും ലാലിമീങ്ങളാകാൻ പാടില്ല. നമ്മുടെ പാർട്ട്ണറെ നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ നമ്മൾ ദുൽമ ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ ആക്കരുത്. ഓൾഡ് ഏജ് ഹോമുകൾ എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ മാതാപിതാക്കൾ അവിടെ കാണാൻ സാധിക്കും. വിശ്വാസികളുടെ മാതാപിതാക്കൾ. നമ്മുടെ നാടുകളിലുള്ള വൃദ്ധസദനങ്ങൾ മാതാപിതാക്കളെ അവിടെ കൊണ്ടാക്കുകയാണ്. എത്ര വലിയ ദുൽമാണ്! അള്ളാഹുവിനോട് ചെയ്യുന്ന ശിർക്കാണ് ദുൽമെങ്കിൽ അള്ളാഹുവിനോട് ശിർക്ക് വെക്കരുത്, അള്ളാഹുവിന്റെ വഹദാനിയത്തിന് അംഗീകരിക്കണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ മാതാപിതാക്കളെ ചേർത്ത് പറയുന്നുണ്ട്. അവരോടുള്ള ആദരവ്, അവരോട് നിങ്ങൾ ധിക്കാരപൂർവ്വം പ്രവർത്തിക്കരുത്, അവരോട് നിങ്ങൾ കരുണ കാണിക്കണം, റഹ്മത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം, അവരോട് ധിക്കാരത്തോടുകൂടി നിങ്ങൾ സംസാരിക്കരുത്. പ്രായമാകും തോറും നിങ്ങൾക്ക് അവർ ഭാരമായിട്ട് മാറരുത്. നാവുകൊണ്ട് അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും അത് മോശമാകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തം ഉപ്പയോട് വാലിമാകും. ആക്രമിക്കപ്പെട്ടതാരായിട്ട് മാറും? നിങ്ങൾക്ക് ജന്മം നൽകിയ ഉമ്മയാകും, നിങ്ങൾക്ക് ജന്മം നൽകിയ ഉപ്പയാകും. എത്ര വലിയ ദൗർഭാഗ്യകരമാണ് സ്വന്തം ഉപ്പയും ഉമ്മയും മകനാൽ ദ്രോഹിക്കപ്പെടുക എന്നുള്ളത്. അത് വാക്കുകൊണ്ടാകട്ടെ, നോട്ടം കൊണ്ടാകട്ടെ, പെരുമാറ്റം കൊണ്ടാകട്ടെ, അവർക്ക് എന്തും പറയാം. അതിനുള്ള അധികാരം അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മക്കളാണ്, ക്ഷമിക്കണം, അവരെ പൊന്നുപോലെ നോക്കണം, മരണം വരെ ചേർത്ത് പിടിക്കണം. നമ്മുടെ വാക്ക് കാരണം, നമ്മുടെ മോശമായ പെരുമാറ്റം കാരണം അവരുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ തുള്ളി വരാൻ പാടില്ല. പ്രിയമുള്ളവർ, എത്ര പ്രായമായവരാണെങ്കിലും നമുക്ക് ആ വേദന തിരിച്ചറിയുന്നത് നമ്മുടെ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെടുന്ന ദിവസമായിരിക്കും. അതുവരെ നമ്മളെ ചീത്ത പറഞ്ഞിരുന്ന, നമ്മളെ വഴക്ക് പറഞ്ഞിരുന്ന, നമ്മളോട് കാർക്കശ്യത്തോടു കൂടി പെരുമാറിയിരുന്ന നമ്മുടെ മാതാപിതാക്കൾ അവർ ഒരു ദിവസം നഷ്ടപ്പെടുമ്പോൾ അങ്ങനെ പറയാൻ ആളില്ലാത്തൊരവസ്ഥ വരുന്ന ഘട്ടം നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന സമയം അതായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ആ സന്ദർഭമായിരിക്കും. അന്ന് ദുഃഖിച്ചിട്ടെന്ത് കാര്യം, അന്ന് വ്യസനിച്ചിട്ടെന്ത് കാര്യം? ജീവിക്കുന്ന സമയത്ത് മാതാപിതാക്കളെ കാണാതെ, മാതാപിതാക്കളെ നോക്കാതെ മരണപ്പെട്ടതിന് ശേഷം അവരെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇന്ന് വൃദ്ധസദനങ്ങളിൽ, ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ മാതാപിതാക്കളെ കൊണ്ടാക്കുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ ബറകതു മഅ അകാബിരിഹിം. അൽ ബറക, നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം നിങ്ങളുടെ വീടുകളിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോഴാണ്.
അവരുടെ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോഴാണ്. നിങ്ങളുടെ വല്യമ്മ, വല്യപ്പ, ഉപ്പയുടെ ഉപ്പ, ഉമ്മയുടെ ഉമ്മ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്നത് നിങ്ങളുടെ വീട്ടിനൊരു ബർക്കത്താണ്, ഐശ്വര്യമാണ്. ഇന്ന് മക്കൾ വിചാരിക്കുന്നത് നമ്മുടെ കൂട്ടുകാർ കയറി വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ മുമ്പിലുണ്ടാകാൻ പാടില്ല, അവരുടെ ചുക്കിച്ചൊളിഞ്ഞ തൊലിയും അവരുടെ ആ ആരോഗ്യപരമായ അവസ്ഥയൊന്നും എൻ്റെ കൂട്ടുകാർ കാണരുത്, എൻ്റെ സ്റ്റാറ്റസിന് കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബറക്കത്തു മഅ അകാബിരിഹിം, വീട്ടിലെ ഐശ്വര്യം, വീട്ടിലെ ബറക്കത്ത്, ജീവിതത്തിലെ ബറക്കത്ത്, നമ്മുടെ ബിസിനസ്സിലെ ബറക്കത്ത്, പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോഴാണ്, ഉപ്പയും ഉമ്മയും ഉണ്ടാകുമ്പോഴാണ്. ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ, നബി തങ്ങൾ പറഞ്ഞു, ചെറിയവരോട് കരുണ കാണിക്കാത്തവർ, വലിയവരോട് ബഹുമാനം കാണിക്കാത്തവർ, നമ്മുടെ കുടുംബത്തിലെ മൂത്ത സഹോദരങ്ങൾ, ജ്യേഷ്ഠന്മാർ മാതാപിതാക്കളുടെ സ്ഥാനത്താണ്, ഉപ്പയുടെ സ്ഥാനത്താണ് നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ജ്യേഷ്ഠന്മാർ, ഉമ്മയുടെ ആങ്ങളമാർ, അവർ വയസ്സിന് മുകളിലുള്ളവരാണ്. ഉപ്പയുടെ സഹോദരന്മാർ വയസ്സിന് മുകളിലുള്ളവരാണ്, അവർ ഉപ്പയുടെ സ്ഥാനത്താണ്, അവർ ഉപ്പയുടെ സ്ഥാനത്താണ്. അവരെ അനാദരവോടുകൂടി പെരുമാറരുത്. അങ്ങനെ പെരുമാറുന്നവരായ ആളുകൾ, അവരെ ബഹുമാനിക്കാത്തവരായ ആളുകൾ, ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീടിന്റെ ബർക്കത്ത്, ഐശ്വര്യം നമ്മുടെ വീട്ടിൽ വൃദ്ധന്മാരായ മാതാപിതാക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ്, അവരുടെ ഉപ്പമാരുണ്ടാകുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദുനിയാവിലെ ആളുകളെ ആക്രമിച്ച്, ദുൽമ ചെയ്ത്, ചീത്ത പറഞ്ഞ്, പരദൂഷണം പറഞ്ഞ് ആക്രമിച്ചൊക്കെ നടന്നു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഒരുപാട് കൊട്ടക്കണക്കിന് അമലുകളുമായിട്ട് പോയാലും, ഒരുപാട് ഹജ്ജും ഉംറയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, നോമ്പ് നമസ്കാരം ഉണ്ടായാലും, പാപ്പരായിട്ടായിരിക്കും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ആരാണ് പാപ്പരെന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ, ദീനാറും ദിർഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി, അവരല്ല. സഹാബാക്കൾ അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. നബി തങ്ങൾ തിരുത്തി കൊടുത്തു, ഒരുപാട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സമ്പത്ത്, ദിർഹം, ദീനാർ അവർക്ക് ഉണ്ടായിരുന്നു, അമലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്വർഗ കവാടത്തിലേക്ക് എത്തിയപ്പോ, ഹദീസിൽ അങ്ങനെ കാണാൻ സാധിക്കും, സ്വർഗത്തിലേക്ക് കടക്കുന്ന പാലത്തിലെത്തിയപ്പോ, അല്ലെങ്കിൽ കവാടത്തിലെത്തിയപ്പോ പിറകിൽ നിന്ന് വിളി വരാണ്, ഇതാ നിന്നെയും കാത്തൊരാൾ അവിടെ നിൽക്കുന്നുണ്ട്. ആരാണത്? നീ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നീ ചീത്ത പറഞ്ഞാളാ, നീ ആക്രമിച്ചാളാ, നീ അടിച്ചാളാണ്, നീ സമ്പത്ത് മോഷ്ടിച്ച ആളാണ്, ഭൂമി പിടിച്ചെടുത്ത ആളാണ്. പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നുണ്ട്, പൊയ്ക്കോളാൻ പറയും, നമ്മൾ തിരിച്ചു പോകും. രണ്ടാമത്തെ വിചാരണ തുടങ്ങാണ്. രണ്ടാമത്തെ വിചാരണ എന്താണ്? അതിന് പകരം ഇവന്റെ നന്മകളൊക്കെ എനിക്ക് വേണം. ഇവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന നന്മകളൊക്കെ ആക്രമിക്കപ്പെട്ടവന് നൽകപ്പെടും. അവസാന നന്മകളൊക്കെ തീരുമ്പോ അക്രമകാരികളായ ആളുകൾ അവിടെ ബാക്കിയാകും. ഗീബത്ത് പറഞ്ഞവർ, പരദൂഷണം പറഞ്ഞവർ, നമീമത്ത് പറഞ്ഞു നടന്നവർ, അവരാരെ കുറിച്ചാണ് പറഞ്ഞവർ? അവരുടെ നീണ്ട ക്യൂലാണുള്ളത്. ഈ സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. ഒരാളെ കുറിച്ച് പരദൂഷണം പറഞ്ഞു, നമീമത്ത് പറഞ്ഞാൽ അയാളെ കുറിച്ച് മാത്രം എന്താ പറയാ? ആൾക്കാരൊക്കെ പരിചയമുണ്ടോ ഈ സ്വഭാവമുള്ള ആൾക്കാർ? അവരെ കുറിച്ചൊക്കെ ഗീബത്ത് പറയും, അവരെ കുറിച്ചൊക്കെ നമീമത്ത് പറയും. ഇവരൊക്കെ നാളെ പരലോകത്ത് ഈ സമ്പത്ത് മേടിക്കാൻ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും. അവിടുത്തെ സമ്പത്ത് എന്താണ്? അമലാണ്. ആ അമല് കൊടുക്കേണ്ടി വരും. തീർന്നു കഴിയുമ്പോഴും ക്യൂ ബാക്കിയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉഖിദ മിൻ ഖതായാഹും ഫതുരിഹത അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ. ഇവന്റെ, അതായത് പരാതിക്കാരുടെ തിന്മകൾ, അവർ ചെയ്ത പാപങ്ങൾ, അവർ ചെയ്ത അക്രമങ്ങൾ, അവർ ചെയ്ത എന്തെല്ലാം തിന്മകളുണ്ടോ അതൊക്കെ ആർക്ക് കൊടുക്കും? ഈ മനുഷ്യന്റെ മേൽ ചാർത്തപ്പെടുകയും സ്വർഗപ്രവേശനത്തിന് അർഹനായ ഈ മനുഷ്യനെ നേരെ നരകത്തിലേക്ക്, നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വരാണ്. അക്രമം എന്ന് പറയുന്നത് വിശ്വാസികളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന പരലോകത്തവൻ പാപ്പരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പാവപ്പെട്ടവനായി, അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അമലുകൾ ഉണ്ടായിട്ടും പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ നഖം കടിക്കേണ്ട ദയനീയമായ അവസ്ഥ ഉണ്ടാകും.
അക്രമം ദുൽമ ചെയ്യുന്നത് ചിലപ്പോ സമ്പത്തുള്ളതിന്റെ പേരിൽ, മുൻഗാമികളായ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ചിലപ്പോൾ സമ്പത്തും അധികാരമുള്ളതിന്റെ പേരിലായിരിക്കും. അങ്ങനെ സമ്പത്തുള്ള ആളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ചവരായ ആളുകൾ, ദുൽമ കാണിച്ചവരായ ആളുകൾ. ഇന്ന ഖാറൂനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഫബഗാ അലൈഹിം, അവൻ അക്രമം കാണിച്ചു, ദുൽമ കാണിച്ചു. അവനക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, വലിയൊരു സംഘം ചുമക്കുന്ന സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്തിന്റെ കണക്ക് നോക്കുന്നവരായ പ്രൈവറ്റ് സെക്രട്ടറിമാർ 70ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അത്രയും വലിയ സമ്പത്ത്, ലക്ഷക്കണക്കിന് ശമ്പളം കൊടുക്കുന്ന ജോലിക്കാരുണ്ടായിട്ടും ആ സമ്പത്തോടുകൂടി, അവന്റെ കൊട്ടാരത്തോടുകൂടി അവനടക്കം ഭൂമിയിലേക്ക് അല്ലാഹു തആല താഴ്ത്തുന്നതാണ്. ഇങ്ങനെ അക്രമം ചെയ്യുന്നവരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്യമായിട്ട് മാതൃകാപരമായി ശിക്ഷിക്കുന്നതാണ്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, അവനെയും അവന്റെ കൊട്ടാരത്തെയും നാം ഭൂമിയിലേക്ക് താഴ്ത്തി. ഇങ്ങനെ ഇന്നും അങ്ങനെയുള്ള വലിയ വലിയ സമ്പന്നരായ ആളുകളുണ്ട്. അവരുടെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം ഈ ഗസയിലെയും ഫലസ്തീനിലെയും മുസ്ലിമീങ്ങളെ ബോംബിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഷെയർ മാറ്റപ്പെടുന്നു. വലിയ സമ്പന്നരാണ് അവർ. അവരുടെ വസ്തുക്കൾ ലോകം മുഴുവനും വിറ്റഴിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ സമ്പത്തിന്റെ നല്ലൊരു വിഭാഗം ഫബഗാ അലൈഹിം, ഖുർആൻ പറഞ്ഞതുപോലെ അക്രമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവരാണെങ്കിൽ അവരുടെ സമ്പത്ത് അവർക്ക് തന്നെ എതിരാകും. അവരെ അല്ലാഹു തആല ശിക്ഷിക്കും. അതെങ്ങനെയാണ് ശിക്ഷിക്കുക എന്നുള്ളത് അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. രണ്ടാമത്തെ വിഭാഗം സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ദുൽമ ചെയ്യുന്നവരായ ആളുകൾ. അവരിൽപ്പെട്ടവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഫിർഔനാണ്. ഫിർഔൻ, അവർക്ക് സമ്പത്തുണ്ടായിരുന്നു, അധികാരവും ഉണ്ടായിരുന്നു. അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ, ഭൂമിയിൽ അഹങ്കരിച്ചു, ആളുകളെ പല ഗ്രൂപ്പുകളാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? അധികാരം നിലനിർത്താൻ വേണ്ടി. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. അവന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി അവൻ അഹങ്കരിച്ചു. ബിഗൈരിൽ ഹഖ്, അന്യായമായി, ഒരു ന്യായവുമില്ല. എന്താണ് ന്യായം? അവന്റെ അധികാരം നിലനിൽക്കണം. ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ പരാജിതനാകും, ഞാൻ ജയിലിലാകേണ്ടി വരും. വളന്നു അന്നഹും ഇലൈനാ ലാ യുർജഊൻ, അവർ വിചാരിച്ചു ഒരിക്കലും നമ്മൾ തിരിച്ചു മടക്കപ്പെടുകയില്ല എന്ന്. അല്ലാഹു തആല അവരെയും ശിക്ഷിച്ചു. ഫഅഖദ്നാഹും ഫിൽ യം, അവരെ സമുദ്രത്തിലേക്ക് നാം വലിച്ചെറിഞ്ഞു. അവൻ എത്ര വലിയ രാജാവായിരുന്നു! സ്വർണ്ണ കട്ടിലായിരുന്നു അവൻ കിടന്നിരുന്നത്. അവൻക്ക് നല്ല ശക്തനായ മന്ത്രി ഹാമാൻ ഉണ്ടായിരുന്നു, വലിയ സൈന്യമുണ്ടായിരുന്നു, അത്രയും വലിയ ഇന്റലിജൻസ് വിഭാഗം അവനുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ജനിച്ചാൽ, അന്ന് ഇന്റർനെറ്റ് ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ കൊട്ടാരത്തിലേക്ക് കൃത്യമായി വാർത്ത അറിയിക്കപ്പെടുമായിരുന്നു. ഇത്രയും വലിയ അന്നത്തെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഫിർഔൻ 30 വർഷം, അതിൽ കൂടുതൽ വർഷം ബനൂ ഇസ്രായേലിനെ അക്രമത്തിനിരയാക്കി. അല്ലാഹു തആല അവസാനം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വളരെ നീചമായ അന്ത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. പ്രിയമുള്ളവരെ, അത് അവർക്ക് മാത്രമല്ല, അവരെ പിന്തുടർന്ന് വരുന്ന ആരൊക്കെയുണ്ടോ, വഅത്ബഅനാഹും ഫീ ഹാദിഹി ദുനിയ ലഅന, ഫിർഔനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു, ഇവരെ പിന്തുടർന്നുകൊണ്ട് ചെയ്യുന്ന ആരെല്ലാം ഭരണാധികാരികളുണ്ടോ അവർക്കൊക്കെ ശാപം, ലഅനത്ത് ഞാൻ അവർക്ക് ദുനിയാവിൽ കൊടുക്കും. വയൗമൽ ഖിയാമത്തി ഹും മിനൽ മഖ്ബൂഈൻ, ഖിയാമത്ത് നാളിൽ അവർ വലിയ പരാജിതരിൽ പെട്ടുപോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അതുകൊണ്ട് നമ്മൾ ബാഹ്യമായി കാണുമ്പോൾ ലോകം മുഴുവനും അവരുടെ കൂടെയാണ് തെറ്റിദ്ധരിക്കേണ്ട, ശക്തി അവരുടെ കൂടെയാണ് തെറ്റിദ്ധരിക്കേണ്ട. ഇവരൊക്കെ നശിപ്പിക്കപ്പെടും. നാളെ പരലോകത്ത് കഠിനമായ വിചാരണ ഏൽക്കേണ്ടി വരും. ഇന്ന് ആക്രമിക്കപ്പെട്ടവർ പിന്നീട് അല്ലാഹു തആല അവരെ സഹായിക്കും. അത് ഖുർആൻ നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനം എത്രയും